ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആള് കാറിൽ കയറിയിട്ടുണ്ട്. ഡ്രൈവറല്ല, അയാൾ ഒറ്റയ്ക്കാ വരുന്നത്. ഏത് റൂട്ടാ? സെയിം റൂട്ട് തന്നെ. ശരി. മനസ്സുകൊണ്ട് എന്നോട് അടുപ്പമുണ്ടെന്ന് അവൻ അറിയാൻ ഒരു കാരണവശാലും മണിക്കുട്ടൻ ഇടവരുത്തരുത്. ഇല്ല സർ. എന്നാ പിന്നെ മണിക്കുട്ടൻ പൊക്കോ. ശരി സർ. ഞാനിവിടെ വരുന്നത് നിന്റെ കാര്യം ചോർത്താനാണടാ വിട്ടി. മാഡമോ? അയ്യോ അല്ല ഋതിക, ഇടയ്ക്കിടയ്ക്ക് ഈ നശിച്ച മാഡം വിളി അറിയാതെ വരുന്നത്. അല്ല, ഇവിടെ എന്താ രാജു? ഇവിടെ വരാനാ മഹാനായ എന്റെ അളിയൻ പറഞ്ഞത്. മഹാനായ അളിയനോ? മണിക്കുട്ടനാണല്ലോ. മണിക്കുട്ടനോ? ഏത് മണിക്കുട്ടൻ? ആനന്ദം പിള്ളയുടെ നീക്കങ്ങൾ അറിയാനേ ഞാൻ അയാളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്ന നമ്മുടെ ഒരാള്. മെസ്സഞ്ചർ? ആ മണിക്കുട്ട. ആ രാജു പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അയാളുടെ എല്ലാ നീക്കങ്ങളും ഞാൻ അപ്പപ്പോ രാജുവിനെ അറിയിക്കാം. ഓക്കെ മണിക്കുട്ട, ഓക്കെ. ആ പിന്നെ മണിക്കുട്ട, വളരെ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആനന്ദം പിള്ള കാണുന്ന പോലെയൊന്നും അല്ല. പിശാച, രക്തം കുടിക്കുന്ന പിശാച്. ഇവനെയൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാൻ രാജു. ഞാൻ സൂക്ഷിച്ചോളാം. ശരിയെന്നാ. ഓക്കെ മണിക്കുട്ട. രാജു, ഈ ആനന്ദം പിള്ളയ്ക്ക് അച്ഛനോട് എന്താ ഇത്ര ശത്രുത? അയാള് പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ തുടങ്ങിയ ഒരു ഈഗോ ക്ലാഷാ. അളിയിലെന്താ താമസിക്കുന്ന? ഇനി ആള് വരുമോ രാജു? പണ്ട് വടിവെച്ചെടുത്ത് കൂടെ വെക്കാത്ത ആളായിരുന്നു എന്റെ അളിയൻ. ഈയിടെ സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അത് പാവം പ്രിയേച്ചിയുടെ പ്രാർത്ഥനയുണ്ട്. നിർത്തണ ചില്ലറയൊന്നുമില്ല, ശമ്പളം കിട്ടോ തന്നേക്ക കേട്ടോ. ഓ ശരി ശരി. അളിയാ വരുന്നേ. ഓട്ടോ റിട്ടേണാ, അതിന് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 60,000 രൂപ സാലറി മേടിക്കുന്ന ആളല്ലേ അളിയൻ. ഈ ഓസി ഒന്ന് നിർത്തിക്കൂടെ? അത് നിന്റെ പെങ്ങളോട് കൂടി പറ. ഞാൻ കുടിക്കുമെന്ന് കരുതി അവൾ എന്റെ പേഴ്സ് വരെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുക. അത് പിന്നെ കുടിയനായതുകൊണ്ടല്ലേ? അതെനിക്കറിയാം. മോളുടെ സപ്പോർട്ട് ഉള്ളോണ്ടാ അവളുടെ ഈ പുരുഷ പീഡനം. ആ അളിയൻ വിളിച്ച കാര്യം പറയാ. അളിയ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? അളിയ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്റെ ബോസ് വടയക്ഷി അംബികയും സാക്ഷാൽ ആനയെ വിഴുങ്ങിയ ആനന്ദപിള്ളയും തമ്മില് ഒരു കൂടിക്കാഴ്ച നടന്നു. കൂടിക്കാഴ്ച? എവിടെ വെച്ച്? പറയാം. അവര് തമ്മില് സംസാരിച്ചാളെയും കേട്ടില്ലേ? കേൾക്കാൻ ഞാൻ ആവത് ശ്രമിച്ചതാ, പക്ഷേ കേൾപ്പിക്കാൻ അവർ അനുവദിച്ചില്ല. എന്താണെങ്കിലും അതൊരു ഡീലാണ്. അവളും അയാളും തമ്മില് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആപത്താണല്ലോ അളിയ.
എന്റെ ആശാനെ, ഞാനിത് എത്ര കണ്ടതാ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഒത്തിരി കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്, പലതിനെ തട്ടിയിട്ടുമുണ്ട്, ഒരു തെളിവും കൊടുക്കാതെ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അയാൾക്ക് പോലീസ് എസ്കോർട്ടൊന്നുമില്ല. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു നടക്കുന്ന ആളാ. അവനെ ഞാൻ തീർത്തോളാം. പറഞ്ഞോ. ആള് കാറിൽ കയറിയിട്ടുണ്ട്. ഡ്രൈവറില്ല, അയാൾ ഒറ്റയ്ക്കാ വരുന്നത്. ഏത് റൂട്ടാ? സെയിം റൂട്ട് തന്നെ. ശരി. ട്രീറ്റ്മെന്റിന് സാറ് സമയം കണ്ടെത്തിയേ പറ്റൂ. മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോ സ്ഥിതിഗതികൾ വഷളായേക്കും. നാടിന് നടക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ വർമ്മയ്ക്ക് കാർ അപകടം. മന്ത്രിയുടെ നില ഗുരുതരം. മന്ത്രി പ്രതാപ വർമ്മയ്ക്ക് കാർ അപകടത്തിൽ പരിക്ക്. മന്ത്രി ആശുപത്രി. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ വർമ്മയ്ക്ക് കാർ അപകടത്തിൽ പരിക്ക്. മന്ത്രിയുടെ നില ഗുരുതരം. ഇപ്പോൾ മന്ത്രിയെ ഐസിയുയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് നാടിനെ നടുക്കിയ ഈ കാർ അപകടം ഉണ്ടായത്. കഴക്കൂട്ടം പോത്തങ്കോട് റോഡിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. പ്രതാപവർമ്മ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നോവിനാലേ